بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയമുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 228 സൂറത്തുൽ ഇഖ്ലാസ് ആണ് എടുക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് മക്കയിൽ അവതരിച്ചതാണ്. 4 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. ഈ സൂറത്തിൽ വിവരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വം അതിനെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ പരിപൂർണമായ സിഫത്തുകൾ ഏതൊക്കെയാണെന്ന് അതിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനയുണ്ട്. അള്ളാഹുവിന് മറ്റു സൃഷ്ടികളിലേക്ക് ആവശ്യമാവുന്ന യാതൊരു നിലപാടുകളും അള്ളാഹുവിനില്ല. പിന്നെ ന്യൂനതകൾ ഉള്ള സിഫത്തുകളെ സംബന്ധിച്ച് അള്ളാഹു എന്നും പരിശുദ്ധനാണ്. ക്രിസ്ത്യാനികള് ബഹുദൈവ വിശ്വാസികൾ പോലെയുള്ളവരുടെ വാദങ്ങൾക്ക് തക്കതായ മറുപടി ഈ സൂറത്തിലൂടെ അള്ളാഹു വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവങ്ങൾ 3 പറയുന്ന ക്രിസ്ത്യാനികളും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന മുശ്രിക്കുകളും അവർക്കൊക്കെ തക്കതായ മറുപടി ഈ സൂറത്തിലൂടെ വിവരിക്കുന്നുണ്ട്. പിന്നെ ഈ സൂറത്ത് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലം, ബഹുദൈവ വിശ്വാസികളിൽ ചില റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലിനെ സംബന്ധിച്ചുള്ള ഒരു വിശേഷണങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ചു തരണം എന്ന് റസൂലിനോട് പറഞ്ഞു. പരിഹാസ രൂപത്തിൽ അവർ പറഞ്ഞ വാക്ക് അമിൻ ദഹബിൻ ഹുവ, അള്ളാഹ് സ്വർണത്തിൻ്റെതാണോ? സ്വർണത്തിനാൽ ഉണ്ടാക്കപ്പെട്ട ആണോ അള്ളാഹു? അമിൻ ഫില്ല, അല്ല വെള്ളിയാലാണോ? അമിൻ ജബർജദിൻ, അല്ല പവിഴം ആണോ? ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച അമിൻ യാക്കൂത്ത്, അല്ല മുത്തുകളാലാണോ? ഇങ്ങനൊക്കെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ പറ്റി ചോദിക്കുകയാണ്. സ്വർണം കൊണ്ടാണല്ലോ, വെള്ളി കൊണ്ടുള്ളതാണോ അള്ളാഹു? അല്ല പവിഴമാണോ? പിന്നെ അങ്ങനെ അവർക്ക് അറിയുന്ന ഭാഷകളൊക്കെ അവർ ഉപയോഗിച്ചു. അതാണോ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. അപ്പൊ അള്ളാഹു ആയത്തിറക്കി, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വിവരിച്ചു കൊടുത്തു. അതിൽ ആദ്യത്തെ ആയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ, നബി അവരോട് പറയണം. ഇങ്ങനെ ചോദ്യം ഉന്നയിച്ച മുശ്രിക്കുകളുണ്ടല്ലോ, അവരോട് പറയണം, അല്ലാഹു ഹുവല്ലാഹു അഹദ്, അവൻ അള്ളാഹു ഏകനാണ്. അള്ളാഹു ഒരുവൻ, സ്വർണം വെള്ളി കൊണ്ടുള്ളതൊന്നുമല്ല. അള്ളാഹു ഏകനാണ്. ഞാൻ ആർക്കാണോ ഇബാദത്തെടുക്കുന്നത് അവൻ ഏകനായ അള്ളാഹുവാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്തെടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നുണ്ട്, ഉദ്ബോധനം നടത്തുന്നുണ്ട്. അത് ഏകനായ അള്ളാഹുവാണ്. അപ്പൊ ഞാൻ ആരാധിക്കുന്നതും നിങ്ങളോട് ആരാധിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതുമായ അള്ളാഹു ഏകനാണ്. അവൻ ഏകനാണെന്ന് മാത്രമല്ല, അവന്റെ ദാത്ത്, സിഫാത്ത്, അഫ്ആല് എന്നിവ എല്ലാത്തിലും, അവന്റെ പ്രവർത്തനത്തിൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവനെ പോലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മറ്റൊരാളില്ല. അതിൽ അള്ളാഹു ഏകനാണ്. അവന്റെ സിഫത്തുകളിൽ അള്ളാഹു ഏകനാണ്. സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സമീഅ ബസീർ, ഇതൊക്കെ അവന്റെ സിഫത്തുകളാണ്. കേൾക്കുക, കാണുക, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഖുദ്റത്ത്, ഖാദിർ, അള്ളാഹു കഴിവുള്ളവനാണ്, എന്തിനും കഴിവുള്ളവനാണ്. ഇങ്ങനെയുള്ള സിഫത്തുകൾ ഉണ്ടല്ലോ, അത് ധാരാളം സിഫത്തുകളുണ്ട് അള്ളാഹുവിന്. ആ സിഫത്തുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിലും അള്ളാഹു ഏകനാണ്. അവനെ പോലെ ആ കഴിവുള്ള ഒരാള് മറ്റൊന്നില്ല. പിന്നെ അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ചും അതിനൊക്കെ സംബന്ധിച്ച് വിവരിക്കുകയാണെങ്കിൽ കുറെ വിവരിക്കാനുണ്ട്. പക്ഷെ ഈ ചെറിയ സൂറത്തിൽ ചെറിയ നിലയ്ക്കുള്ള ഒരു ആണിപ്പോ ഈ കൂടുതൽ ടൈം എടുത്തിട്ട് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയ
10-15 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇത് അവസാനിപ്പിക്കുക. അപ്പൊ അതിൽ ഒതുങ്ങിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും, ദാത്ത്, സിഫത്ത്, അഫ്ആല്, ഇതിലെല്ലാം ഏകനായ അള്ളാഹുവാണ്. പിന്നെ ഞാൻ ആർക്കാണ് ഇബാദത്ത് എടുക്കുന്നത്? ആ അള്ളാഹു. ഞാൻ ആർക്ക് ഇബാദത്ത് എടുക്കണമെന്ന് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു? ആ അള്ളാഹു. ഇങ്ങനെയുള്ള അള്ളാഹു ഏകനായ അള്ളാഹുവാണ്. അവന് പങ്കുകാരില്ല. നിങ്ങള് പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് നസാറാക്കൾ പറഞ്ഞ കാര്യം 3 എണ്ണമാണ് അള്ളാഹു. അള്ളാഹു ഏകനാണ്. അവൻ നസാറാക്കള്, ക്രിസ്ത്യാനികള് വിശ്വസിച്ച മാതിരിയുള്ള അള്ളാഹു അല്ല. ക്രിസ്ത്യാനികൾ വിശ്വസിച്ചുറപ്പിച്ചത് കാര്യം എന്താണ്? തെസിലീസാണ്. 3 ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇങ്ങനെ 3 എണ്ണമാണ് അള്ളാഹു. അള്ളാഹു എന്ന് പറയുന്നത് ഇങ്ങനെ 3 എണ്ണമാണ്. അപ്പൊ 3 ദൈവങ്ങളാണ് എന്നാണ് അവരുടെ വിശ്വാസം. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിന്നെ ക്രിസ്ത്യാനികൾ പറയുന്ന, ബഹുദൈവ വിശ്വാസികൾ പറയുന്ന, ഹിന്ദുക്കൾ പറയുന്നതോ അത് ഒരു ദൈവം എന്നല്ല, കണ്ടമാനം ദൈവങ്ങളുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. പിന്നെ പ്രശസ്ത എഴുത്തുകാരനായ പണ്ഡിതൻ മുഹമ്മദ് അലി നദവി, യുപിക്കാരനാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ പറയുന്നത് 320 കോടി മില്യൺ ദൈവങ്ങളുണ്ട് എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. കല്ലിനും മണ്ണിനും മറ്റുമൊക്കെ ഇബാദത്തെടുക്കുന്ന ഈ ബഹുദൈവ വിശ്വാസികളുണ്ടല്ലോ, അവരുടെ വിശ്വാസം ഇന്ത്യയിൽ മാത്രം 32 മില്യൺ ദൈവങ്ങളുണ്ട്. 32 മില്യൺ എന്ന് പറഞ്ഞാൽ 320 മില്യൺ. അപ്പൊ 32 കോടി ദൈവങ്ങൾ. അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെയാണ് ഈ ലോകത്തുള്ള ജനങ്ങളിൽ പലർക്കുള്ളത്. അപ്പൊ ഈ വിശ്വാസത്തിൽ നിന്നൊക്കെ തെറ്റിമാറിയിട്ട് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് പ്രബോധനം ചെയ്തത്. അതിന്റെ പേരിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കൾ കൂടിയതും. മക്ക മുശ്രിക്കുകൾ ശത്രുക്കളായി മാറിയതിന്റെ കാരണം ഏകദൈവ വിശ്വാസത്വം ഇവിടെ സ്ഥാപിതമാവാൻ വേണ്ടി കണ്ടമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രയത്നിക്കുകയും ദഅവത്ത് ചെയ്യുകയും ചെയ്തത് കാരണമായി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കൾ കൂടിയത്, ഉപദ്രവിക്കാൻ തുടങ്ങിയത്. പിന്നെ 2-ാമത്തെ ആയത്ത് അല്ലാഹു സമദാണ്. അല്ലാഹു സമദ്, അല്ലാഹു അഹദ്, അല്ലാഹു സമദ്. അല്ലാഹു നിരാശ്രയനാണ്. മറ്റുള്ളവരിലേക്കുള്ള ആശ്രയം ഒന്നുമില്ല അള്ളാഹുവിന്. എല്ലാ കാര്യങ്ങളിലും മറ്റു സൃഷ്ടികളിലേക്ക് ഒരാവശ്യമില്ല അള്ളാഹുവിന്. സൃഷ്ടികളാണെങ്കിലോ എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യമായവരാണ്. അവൻ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ആവശ്യമായി വരിക എന്നുള്ള ഇത് ഇല്ല. എല്ലാ സൃഷ്ടികളും, ലോകത്തിലുള്ള സർവ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് ആവശ്യമായവരാണ്. അതാണ് സമദ് എന്ന് പറഞ്ഞത്. അസ്സമദുല്ലദീ യസ്മുദു ഇലൈഹി അന്നാസു ഫീ ഹവായിജിഹിം വ ഉമൂരിഹിം. സമദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവനും അവനിലേക്ക് അഭയം പ്രാപിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ കാര്യങ്ങൾക്ക് വേണ്ടിയും എല്ലാം അള്ളാഹുവിനെ ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹു സമദ് എന്ന് പറഞ്ഞാൽ. ലം യലിദ് വലം യൂലദ്. ലം യലിദ്, അവന് സന്താനങ്ങളില്ല, അവന് ആൺമക്കളോ പെൺമക്കളോ ആരുമില്ല, മക്കളേയില്ല. പരിപൂർണമായ സിഫത്തുകളെ കൊണ്ട് പിന്നെ മുത്തസിഫായ അള്ളാഹു
മോശമായ സിഫത്തുകളെ, ന്യൂനമായ സിഫത്തുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിശുദ്ധനാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഈ ആയത്തില് പിന്നെ അള്ളാഹുവിന് വലുതുണ്ട്, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയും കൂടിയുണ്ട് ഈ ആയത്തിൽ. ലം യലിദ് വലം യൂലദ് എന്ന് പറഞ്ഞ ഈ ജൂതന്മാര് പറഞ്ഞു ഉസൈർ ഇബ്നുല്ല എന്ന് പറഞ്ഞു. ഉസൈർ എന്ന് പറയുന്ന ആ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഒരാളുടെ മകനാണ്, അത് ഉസൈർ ഇബ്നുല്ല എന്ന് പറഞ്ഞു. അള്ളാഹിന്റെ മകനാണ്, അള്ളാഹിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനികൾ പറഞ്ഞു അത് മസീഹ് ഇബ്നുല്ല എന്ന് പറഞ്ഞാൽ മസീഹ് ഈസാ നബി അലൈഹിസ്സലാം, പിതാവില്ലല്ലോ, പിതാവില്ലാതെ ജനിച്ചതാണ് അത് ഈസാ നബി അലൈഹിസ്സലാം, മറിയമിന്റെ പുത്രൻ. അത് അള്ളാഹുവിന്റെ മകനാണ്, അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. മുശ്രിക്കീങ്ങൾ പറഞ്ഞു, അറബികളായ മുശ്രിക്കീങ്ങൾ പറഞ്ഞു എന്തെന്ന്, മലക്കുകൾ എന്ന് പറയുന്ന ആ വർഗം ബനാത്തുള്ള അള്ളാഹിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പലരും പല നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. അവർക്കെല്ലാം മറുപടിയായിട്ട് അള്ളാഹു പറഞ്ഞത് എന്താ? ലം യലിദ്. എല്ലാവർക്കും മറുപടിയായിട്ട് അന്നഹു ലൈസ ലഹു വലദുൻ, അള്ളാഹ്ക്ക് വലുതില്ല. കാരണം വലുതുണ്ടാവണമെങ്കിൽ വാലിദിന്റെ ജിൻസിൽപ്പെട്ടതാണ് വലത്. വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെയല്ല. വലതെന്ന് അള്ളാഹു അസലിയും ഖദീമുമാണ്, പണ്ടേ ഉള്ളവനാണ് അള്ളാഹു. എല്ലാ വലതുകളും ഹാദിസാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അനാദ്യനാണ്, ആദ്യമില്ലാത്തവനാണ്. അള്ളാഹിനെ പോലെ മറ്റൊരു വസ്തുവുമില്ല. ലൈസക മിസ്ലിഹി ഷൈഉൻ. അതുകൊണ്ട് അള്ളാഹ്ക്ക് വലതുണ്ടാവാൻ സാധ്യമല്ല. വലത് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു സാഹിബത്ത് അല്ലെങ്കിൽ ഒരു ഭാര്യ ആവശ്യമാണ്. അള്ളാഹ്ക്ക് ഭാര്യമാരില്ല. ലൈസ ലഹു സൗജത്തുൻ ബിഖൗലിഹി ബദിഉസ് സമാവാതി വൽ അർദ് അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബത്തുൻ. ഇത് ആയത്താണ്. ബദിഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹു, അന്നാ യകൂനു ലഹു വലദുൻ, എങ്ങനെയാണ് അള്ളാഹ്ക്ക് കുട്ടികൾ ഉണ്ടാവുക? വലം തകുൻ ലഹു സാഹിബത്തുൻ, അവന് ഭാര്യയില്ല. അപ്പൊ ഭാര്യയില്ലാത്ത നിലക്ക് അങ്ങനെ മക്കൾ ഉണ്ടാവില്ല. അപ്പൊ ലം യലിദ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെട്ട നിലക്ക് ജൂത, ക്രിസ്ത്യാനി, മുശ്രിക്കീങ്ങള് ഇവരുടെ എല്ലാവരുടെയും വിശ്വാസത്തെ അള്ളാഹു റദ്ദ് ചെയ്തിട്ടാ പറഞ്ഞത് ലം യലിദ് എന്ന്. ജൂതന്മാർ പറഞ്ഞ ഉസൈർ മകനാണ്, ഇബ്നുല്ലയാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ മസീഹ് ഈസാ നബി അലൈഹിസ്സലാം പിതാവില്ലാതെ പ്രസവിക്കപ്പെട്ട പുത്രനാണ്, അത് അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. മുശ്രിക്കീങ്ങൾ പറഞ്ഞു മലക്കുകൾ എന്ന് പറയുന്ന അത് അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ തരം വാദങ്ങളെയും ഈ ആയത്ത് മുഖേന അള്ളാഹു തആല തക്കതായ മറുപടി കൊടുത്തു. പിന്നെ വലം യൂലദ് ഈ അള്ളാഹു പ്രസവിക്കപ്പെട്ടവനല്ല. അബിൻ, ഒരു പിതാവിൽ നിന്നോ ഒരു ഉമ്മയിൽ നിന്നോ ഒരു മാതാവിൽ നിന്നോ പ്രസവിക്കപ്പെട്ട, അങ്ങനെയാണല്ലോ സന്താനങ്ങൾ ജനിക്കുന്നത്. മാതാവും പിതാവും ഉണ്ടാകുമ്പോഴാണല്ലോ. എല്ലാ മൗലൂദും അള്ളാഹു അസലിയും ഖദീമുമാണ്. അതുകൊണ്ട് മൗലൂദൻ, അള്ളാഹു മൗലൂദാവാൻ പാടില്ല, സാധ്യമല്ല. വലായക്കൂന ലഹു വാലിദുൻ, അള്ളാഹുവിന് ഒരു പിതാവ് ഉണ്ടാവാൻ സാധ്യമല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായ ആരുമില്ല. ലൈസ ലഹു ജല്ല വഅല മസീറും വലാ നദീറും വലാ ശബീഹുൻ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അവനെ പോലെയുള്ള, അവനോട് തുല്യമായ ഒരാളുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അത് ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അവനോട് തുല്യമായ ഒരാളുമില്ല.
ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിന് അവനെപ്പോലെ ഒരാളും ഇല്ല. അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഖാല ഇബ്നു കസീർ ഹുവ മാലികു കുല്ലി ഷൈഇൻ വ ഖാലിഖുഹു. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്, അതിന്റെ സൃഷ്ടാവുമാണ്. ഫകൈഫ യകൂനു ലഹു മിൻ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിൽ നിന്ന് അവനെപ്പോലെയുള്ള ഒരാളുണ്ടാവാൻ പാടില്ലല്ലോ. അപ്പൊ അതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 4 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഏകനാണ്, അള്ളാഹു നിരാശ്രയനാണ്, അള്ളാഹു സന്താനങ്ങളെ ഉണ്ടാക്കിയിട്ടില്ല, അവൻ ആൺമക്കളോ പെൺമക്കളോ ഇല്ല. വലം യൂലദ്, അവന് മാതാവോ പിതാവോ ഇല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായ സൃഷ്ടികളിൽ നിന്ന് ആരുമില്ല. ഇങ്ങനെ 4 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. ഈ ആയത്തുകളെല്ലാം ഈ സൂറത്ത്, ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ കൂടുതൽ കാണുന്നില്ല, സബ്സ്ക്രിപ്ഷൻ പിന്നോക്കം പോവുകയാണ് ചെയ്യുന്നത്. 403 ആയിരുന്നു, അതിപ്പോ 401 ആയി മാറി. എന്താ കാരണം എന്ന് നമുക്ക് അറിയാനില്ല, അല്ലാഹു അഅലം. ഏതായിരുന്നാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരതെല്ലാം ചെയ്യണം. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഹൈറായ ഒരു കാര്യമാണ്. അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തണം. സബ്സ്ക്രിപ്ഷൻ എന്തോ ആവട്ടെ, അത് കുറഞ്ഞാലും വേണ്ടില്ല, കൂടിയാലും വേണ്ടില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു നടപടികൾ എല്ലാവരും സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഹൈറായ കാര്യമാണ്. അതിനെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് പറയാണ്. അള്ളാഹു ഇതെല്ലാം സ്വീകരിച്ച് നമുക്ക് വേണ്ടത്ര അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.